ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കറൻ്റ്ലി ഉള്ള റിലേഷൻഷിപ്പ് എനർജിയും അതുപോലെ തന്നെ എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് ലോർഡ് ശിവ നിങ്ങൾക്കായി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കായി എൻ്റെ പേര് അഞ്ജന. നമ്മളിവിടെ ജനറൽ റീഡിങ്സ് ആണ് നോക്കുന്നത്. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹാദേവൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, ഇത് പൈൽ നമ്പർ 1-ൻ്റെയാണ്. ഫസ്റ്റ് വൺ 2 ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ് കാർഡ്, ടെമ്പറൻസ്, ക്വീൻ ഓഫ് വാണ്ട്സ്, ലവേഴ്സ് കാർഡ്, ഹാങ്ഡ് മാൻ, 2 ഓഫ് സ്വോർഡ്സ്, 3 ഓഫ് വാണ്ട്സ്, വേൾഡ് കാർഡ്, 8 ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡിൽ നമുക്ക് 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കറൻ്റ്ലി രണ്ട് കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്നു, അല്ലെങ്കിൽ ജഗ്ലിങ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. മേ ബി അത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനും ആയിരിക്കാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ബേസിസിൽ. നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണമെന്നറിയാണ്ട് അതിനൊരു ബാലൻസ് ആയ ഒരു രീതിയിൽ കറൻ്റ്ലി കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. എന്താണോ സത്യം അത് റിവീലാകാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കർമ്മ അവർക്ക് തിരിച്ച് കിട്ടുമെന്നുള്ളതാണ്. കറൻ്റ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിനുള്ളൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പോകുന്നു. സത്യം എന്താണെന്നുള്ളത് തെളിയാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ്. അതായത് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ ട്രസ്റ്റ് ദ പ്രോസസ്സ്. എന്താണോ ആ ഒരു ഫ്ലോയിൽ നിങ്ങളങ്ങ് പോവുക. ഓവർ സ്ട്രെസ്സും ഓവർ ബേർഡനും ഒന്നും ആക്കി വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പവറുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ പുറത്ത് വരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീലാകാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു ലവ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ബോൾഡായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. അവിടെ നമുക്ക് ഒരു നിങ്ങളുടെ ആ ഒരു ലൈഫിലെ മേജർ ലവ് ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടേതായ സോൾമേറ്റ് കണക്ഷൻ. അപ്പോൾ നിങ്ങൾ പരസ്പരം ലോയലായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, ആ ഒരു ട്രൂ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. എന്തായാലും പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് മഹാദേവൻ്റെയും പാർവതിയുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റിനെ ഉടനെ മീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സ്റ്റക്കായി നിൽക്കുന്നൊരു ഫീലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് നടന്നു പോയതല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് ഇപ്പോഴും വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിമിഷത്തേക്കൊന്ന് മാറി ചിന്തിക്കാനാണ് പറയുന്നത്. ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കുക എന്താണ് അവിടെ സംഭവിച്ചത്. നിങ്ങളുടെ മിസ്റ്റേക്കാണോ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മിസ്റ്റേക്കാണോ, മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ കാണുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് തരുന്ന മെസ്സേജ്. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പാടുള്ളൂ.
കാരണം നമുക്കെപ്പോഴും നമ്മളുടെ ഭാഗത്തുള്ള ശരിയാണ് ശരി. അപ്പോൾ രണ്ട് സൈഡിലും ഓരോ ശരികൾ കാണും. സോ നമ്മൾ മറ്റൊരു തരത്തിലും കൂടെ ചിന്തിച്ച് നോക്കുക, എന്നിട്ട് മറ്റൊരു ആംഗിളിൽ നിന്നും കൂടെ നോക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, ആരുടെ ഭാഗത്താണ് തെറ്റ്, ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമോ, ആ ഒരു തരത്തിൽ നിങ്ങളൊന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻ. മറ്റൊരു തരത്തിൽ സെൽഫ് അനാലിസിസ് നടത്തുക, എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അഗെയിൻ 2 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്താണ് തെറ്റ്, എന്താണ് ശരി എന്നുള്ളൊരു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഉള്ളിൽ ഭയമുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് 3 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. സോ 3 ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കും, ആക്ഷൻസ് എടുക്കും എന്നുള്ളൊരു കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. സോ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കംപ്ലീഷൻ്റെ കാർഡാണ്, അല്ലെങ്കിൽ ഒരു സക്സസിൻ്റെ കാർഡാണ്. നിങ്ങളുടെ സ്പിരിച്വൽ ലെസണിലെ ലാസ്റ്റ് സ്റ്റേജാണ്. സോ നിങ്ങൾ ആ ഒരു ലെസൺസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് വരാൻ പോകുന്നു എന്നൊരു പോസിറ്റീവ് സൈനാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എഫേർട്സും കാര്യങ്ങളും ഒക്കെ ഇടണം. അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും നിങ്ങൾ ആ ഒരു എഫേർട്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു ഇതാണ്. നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടോ അതിനുള്ള എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്നും കിട്ടുന്നത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സോ 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സോൾ കണക്ഷൻ, അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റിൽ ഉള്ളൊരു കണക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആവാം. എന്തായാലും ഒരു ചെറിയൊരു റിയൂണിയൻ പോലത്തെ ഒരു മെസ്സേജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങൾ പാസ്റ്റിലുള്ള ഒരാളുമായിട്ട് റിയൂണിയൻ പോസിബിൾ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലവ് റിലേഷൻഷിപ്പിലെ ഒരു മേജർ ഡിസിഷൻ എടുക്കാൻ പോകുന്നു എന്നൊരു മെസ്സേജും നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ നമ്മൾ ഈ ഒരു റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും നമ്മളോട് ആവശ്യപ്പെടുന്നത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക, പിന്നെ ആ ഒരു ഡിവൈൻ ലവ് നമുക്ക് കിട്ടും. ആ ഒരു ഡിവൈൻ ടൈമിംഗ് ആകുമ്പോൾ നമുക്കത് കിട്ടും. സോ മഹാദേവൻ നമ്മളടുത്ത് ഇപ്പോൾ കറൻ്റ്ലി സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്. എന്താണ് സത്യമെന്നുള്ളത് അത് തെളിയാൻ പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈഗോ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. നാച്ചുറലായിട്ട് നിങ്ങൾ ഫേക്ക് ചെയ്യുക, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിങ്ങനെ പിടിച്ചു വയ്ക്കുക, ആ ഒരു ഇതൊന്നും നിങ്ങൾക്ക് ഇനി വേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ആ ഒരു ലവും അതുപോലെ തന്നെ കെയറിങ്, നിങ്ങളുടെ ആ ഒരു നാച്ചുറൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും, സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഓവറോൾ റീഡിങ്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് അഡ്വൈസാണ് മഹാദേവന് നമുക്ക് തരാനുള്ളത് എന്ന് നോക്കാം. നമുക്കൊരു 3 കാർഡ്സ് എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. ദെൻ 7 ഓഫ് സോർഡ്സ് ആൻഡ് 10 ഓഫ് സോർഡ്സ്. ഓക്കെ, സോ ഫസ്റ്റ് കാർഡ് നമുക്ക് കിങ് ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോ അത് പറയുന്നത് നമ്മൾ ആ ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. നമ്മൾ ഈ ഒരു ഇമോഷൻസ് വെച്ചിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കാണ്ട് കുറച്ചുകൂടെ നമ്മൾ നേരത്തെ ഹാങ്ഡ് മാൻ കണ്ടില്ലേ, അതുപോലെ മറ്റൊരു തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആൻഡ് നിങ്ങൾക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ എന്താണ് സത്യമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനാണ് ഫസ്റ്റ് കാർഡിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ക്ലാരിറ്റി വരുത്തുക, ക്ലിയർ ആക്കുക, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നിങ്ങൾ
നിങ്ങളുടെ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് നിങ്ങളൊരു ചോയ്സ് എടുക്കാനാണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് കാർഡിൽ നമുക്ക് 7 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ചുറ്റിനുള്ളവരെ നിങ്ങളെല്ലാവരെയും വിശ്വസിക്കരുത്. സോ മഹാദേവ് നിങ്ങളെ വോൺ ചെയ്യാണ്. ചുറ്റിനുള്ള എല്ലാവരും നിങ്ങളടുത്ത് ട്രൂത്ത്ഫുള്ളായിട്ടല്ല ഇപ്പോൾ നിൽക്കുന്നത്. കുറേ പേര് നിങ്ങളടുത്ത് കള്ളം പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ സീക്രട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും അത് സൂക്ഷിച്ചൊക്കെ വേണം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടും ആയിരിക്കാം ഇതിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് വരെ എത്തി നിൽക്കുന്നത്. സോ നിങ്ങൾ ചുറ്റിനുള്ളവരെ വിശ്വസിക്കരുത് എന്നൊരു മെസ്സേജും കൂടെ ഉണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് 10 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് നേരത്തെ കണ്ട പോലെ ആ ഒരു പെയിൻഫുൾ സൈക്കിള് നമുക്ക് എൻഡ് ആവാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ്സ് വരും, അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകും. സോ നമുക്കൊരു ട്രാൻസ്ഫോർമേഷന് മുന്നേ ആയിട്ട് നമ്മളൊന്ന് എന്താ പറയുക, ഒരു പെയിൻഫുൾ എൻഡ് വരും. സോ അതിന് ശേഷം നമ്മൾ ആ ഒരു പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആ ഒരു പുതിയ തുടക്കം എല്ലാം വരും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇമോഷണലി സ്റ്റക്കായി പെയിനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം റിലീസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ഹീലാകുക, നിങ്ങൾ ഇനിയും സ്ട്രോങ്ങറായിട്ട് മുന്നോട്ട് വരാനാണ് മഹാദേവൻ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസിൽ വന്നിരിക്കുന്നത്. സോ ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലൂസ് എന്താണെന്ന് നോക്കാം. (15) 14 20 Tuesday 31 morning 13 listen actively Z 25 16 May M 28 V be honest February 21 ego November X external influence 24 1 I jealous H A B 17 11 G F C 8 July ഡിസ്റ്റൻസ്. സോ ഇത്രയും ക്ലൂസാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണക്റ്റ് ആയത് മാത്രം നിങ്ങൾ എടുക്കുക. ഇത് പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്സ് ആയിരുന്നു. സോ ഇന്നത്തെ റീഡിങ്സിൽ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് സെൽഫ് അനലൈസ് ചെയ്യുക. ആൻഡ് മഹാദേവൻ്റെ ബ്ലെസ്സിങ്സ് ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഈ എനർജി നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിങ്സ് നോക്കാം. സോ നിങ്ങൾ മൈൻഡ് കൂൾ ആൻഡ് കാമാക്കി വയ്ക്കുക.
പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക, പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കൊരു 1 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. മൈൻഡൊന്ന് റിലാക്സ് ആക്കി ഇരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഓക്കെ, 4 ഓഫ് സ്വോർഡ്സ്, 6 ഓഫ് കപ്സ്, 2 ഓഫ് wands, Page of Pentacles, 7 of wands, Queen of cups, 7 of pentacles, King of cups, Ace of swords and Judgment card. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ഹെർമിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് സ്വോർഡ്സ് ആണ്. സോ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പോസിൽ നിർത്തിയൊക്കെയാണ്, മുന്നോട്ട് പോകാൻ പറ്റാണ്ട് എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയൊക്കെയാണ്. മേ ബി അത് ടെമ്പററി ആയിരിക്കാം, ചിലപ്പോൾ അത് പെർമനൻ്റ് ആയിരിക്കാം. എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഹീലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഹീലാകേണ്ട ടൈമാണ്. നിങ്ങൾ ഇമോഷണലി ഒക്കെ വളരെ വീക്കാണ്, ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ടൈമാണ്. സോ നിങ്ങൾ ഹീലാകണം, നിങ്ങളുടേതായ ടൈം എടുക്കണം, നിങ്ങൾ റീചാർജ് ചെയ്യണം, എന്നിട്ട് വേണം തീരുമാനം എടുക്കേണ്ടത് എന്നൊരു മെസ്സേജാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ നമുക്കിപ്പോഴും സ്റ്റിൽ അതുണ്ട്, നമ്മളിപ്പോഴും ആ ഒരു മെമ്മറീസിലാണ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും. സോ ഒരു റിയൂണിയൻ ആ ഒരു പാസ്റ്റിലെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വേണം തീരുമാനിക്കേണ്ടത്, നിങ്ങൾ വീണ്ടും റീകണക്റ്റ് ചെയ്യണോ അതോ മുന്നോട്ട് മൂവ് ഓൺ ചെയ്ത് പോകണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. കറൻ്റ്ലി നിങ്ങൾ ഹീലാകുന്നതിൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് തേർഡ് നമുക്ക് 2 ഓഫ് wands വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു മെയിൻ ഡിസിഷൻ എടുക്കേണ്ട ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് നെക്സ്റ്റ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടില്ല, നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്, എന്ത് സ്റ്റെപ്പാണ് ഞാൻ അടുത്തത് എടുക്കേണ്ടത് എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ അവിടെ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കൊരു ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നൊരു മെസ്സേജ്. അതല്ല നിങ്ങൾ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പുതിയൊരു ഗ്രോത്ത് ഉണ്ടാകാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ന്യൂ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ട് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആവാൻ പോകുന്നു എന്നൊരു മെസ്സേജാണ്. ബട്ട് എപ്പോഴും പറയുന്ന പോലെ ആ ഒരു ഈക്വൽ എഫേർട്സ് ഉണ്ടാകണം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് wands ആണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫിൽ നിങ്ങൾ ചാലഞ്ചസൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി അത് ഫാമിലിയിൽ നിന്നാകാം, സൊസൈറ്റിയിൽ നിന്നാകാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്തൊക്കെ വന്നാലും നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം ട്രൂത്ത്ഫുൾ ആണെന്നുണ്ട്, നിങ്ങൾക്ക് അത് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാനാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷൻസ് കുറച്ചുകൂടെ മെച്വേർഡായ രീതിയിൽ ചിന്തിക്കുക. അതായത് നിങ്ങൾ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ പറയത്തില്ല, നിൻ്റെ മനസ്സെന്ത് പറയുന്നു അതുപോലെ കേൾക്കുക. സോ അത് നിങ്ങളുടെ ഇമോഷൻസ് എന്താണോ പറയുന്നത് അതുപോലെ നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് നിങ്ങളിപ്പോൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ്, പക്ഷേ അത് നിങ്ങൾക്ക് ക്ഷമ വേണം. കാരണം ഇത് സ്ലോ ആയിട്ടുള്ളൊരു റിസൾട്ടേ നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. അതായത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എഫേർട്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അതിനുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് വരുന്നതാണ്. അത് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആ ഒരു ലവും എഫേർട്സും ഇട്ടുകൊണ്ടിരിക്കുക, റിസൾട്ട്സ് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വരും. നെക്സ്റ്റ് നമുക്ക്
കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. സോ അത് ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിനാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സോൾമേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ആ ഒരു ജെനുവിൻ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു എന്നൊരു മെസ്സേജ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർ കുറച്ചുകൂടെ മെച്യൂർഡായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു. ആൻഡ് നമ്മൾ നേരത്തെ ഒരു റിയൂണിയൻ്റെ പോസിബിലിറ്റി കണ്ടില്ലേ, സോ അതുപോലെ ആ ഒരു പോസിബിലിറ്റി റിയൂണിയന് ചാൻസ് ഉണ്ട് എന്നൊരു മെസ്സേജും ഇതിലുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ആ ഒരു ബ്രേക്ക് ത്രൂയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ട്രൂത്ത് എന്നുള്ളത് റിവീലാകും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു. ഇപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇത്രയും കണ്ട ആ ഒരു സെയിം മെസ്സേജ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കറൻ്റ്ലി സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രൂത്ത് എന്നുള്ളത് റിവീലാകുന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈനൽ ഡിസിഷൻസ് എടുക്കാൻ പോകുന്നു. ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അവേക്കനിങ് കാർഡ് പോലെയാണ്, ഒരു വേക്കപ്പ് കോൾ പോലെയാണ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകും എന്നൊരു മെസ്സേജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ഹെർമിറ്റ് കാർഡാണ് വന്നിരുന്നത്. അതായത് കറൻ്റ്ലി നമ്മളിപ്പോൾ ഒരു ഒറ്റപ്പെടൽ ആ ഒരു ഫേസിലാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇമോഷണൽ സപ്പോർട്ടിലായാലും നമുക്ക് ആരുമില്ല. സോ അത് നമുക്കുള്ളൊരു ലെസൺ എന്നാണ് പറയുന്നത്. സോ നമ്മളിപ്പോൾ കറൻ്റ്ലി ആ ഒരു ഫേസിലൂടെ പോകുന്നത് യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്യുക, ആ ഒരു ഫേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് സെൽഫ് റിയലൈസ് ചെയ്യാനും നമ്മളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ഫേസിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ നമ്മളുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊന്ന് ഹീലാകാനും നമുക്കൊരു ക്ലാരിറ്റിയൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഒറ്റയ്ക്ക് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന മെസ്സേജ്, നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആ ഒരു സൈലൻസിൽ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. ആൻഡ് ആ ഒരു ട്രൂ ലവ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സെൽഫ് അവെയർ ആയിട്ടിരിക്കുക. ഇത്രയും ലെസൺസാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ഓവറോൾ റീഡിങ്സ് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഹീലിംഗ് അതുപോലെ തന്നെ സെൽഫ് റിഫ്ലക്ഷൻ, ആ ഒരു ഡിവൈൻ ടൈമിങ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം, ക്ഷമ വേണം. നിങ്ങളുടെ ലവിൽ സ്ട്രോങ് ആയി തന്നെ പിടിച്ച് നിൽക്കുക. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ പല പല ഇൻഫ്ലുവൻസസ് വരും, തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ ഫാമിലി ആയിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, എന്ത് വന്നാലും നിങ്ങളുടെ ലവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയി അത് പിടിവിടാണ്ട് മുറുക്കി വെച്ചിരിക്കുക എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് എന്ത് അഡ്വൈസ് അല്ലെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ് ലോർഡ് ശിവ നമുക്ക് നൽകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഫൂൾ കാർഡാണ്. സെക്കൻഡ് പേജ് ഓഫ് സ്വോർഡ്സ് ആൻഡ് ഫൈനൽ കാർഡ് ഡെത്ത് കാർഡാണ്. ഓക്കെ, സോ ഫസ്റ്റ് കാർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നമുക്കൊരു പുതിയൊരു ജേർണി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് വരാൻ പോകുന്നു, ഒരു ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു എന്നൊരു മെസ്സേജാണ്. അപ്പോൾ നിങ്ങളുടെ ഭയം അതുപോലെ തന്നെ അനാവശ്യ ചിന്തകൾ അതെല്ലാം നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങളുടെ മുന്നിലൊരു വഴി തെളിയാൻ പോകുന്നുണ്ട്. സോ ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പിലോട്ട് എൻ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പഴയ വൂണ്ടും കാര്യങ്ങളെല്ലാം ഹീലാകണം, എല്ലാം റിലീസ് ചെയ്തിട്ട് വേണം ഒരു ന്യൂ ലവിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ ഇത് എല്ലാം സോർട്ട് ഔട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ സെയിം തന്നെ നിങ്ങളുടെ ആ ഒരു പഴയ പാസ്റ്റിലുള്ള വൂണ്ടും കാര്യങ്ങളൊക്കെ ഹീലായിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വീണ്ടും ട്രസ്റ്റ് റീബിൽഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ മുന്നോട്ട് പോകാനാണ് ഫസ്റ്റ് കാർഡിൽ നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. എന്ത് വന്നാലും ഭയമൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോവുക.
സെക്കൻഡ് കാർഡ് നമുക്ക് പേജ് ഓഫ് സ്വേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുന്നേ നമ്മൾ കെയർഫുള്ളായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. നമ്മളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എല്ലാം കിട്ടിയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ ഓവർ തിങ്ക് ചെയ്യരുത്. എന്താ പറയുക, നിങ്ങളുടെ പാർട്ട്ണറിനെ ഇപ്പോൾ ബ്ലോക്കാക്കി പോയി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അനാവശ്യമായി സ്റ്റോക്കിങ് ചെയ്യാതിരിക്കുക. അല്ലാണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ ചെയ്യാം എന്നൊരു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാനാണ് പറയുന്നത്. അതായത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാകും. സോ അത് കറൻ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആകാം. ആൻഡ് എന്താണ് എന്നുള്ളത് ക്ലാരിറ്റി വരുത്താം. അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടി ഒരു കൺക്ലൂഷനിലൊന്നും എത്തരുത് എന്നാണ് പറയുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. സോ ഡെത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഷുവറായിട്ടും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റൊക്കെ റിലീസ് ചെയ്ത് പുതിയൊരു ലവ് ചാപ്റ്ററിനെ നിങ്ങൾ വെൽക്കം ചെയ്യുക. പാസ്റ്റിൽ നടന്ന ഒരു ഹാർട്ട് ബ്രേക്സും അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ മറക്കുക. ആൻഡ് പുതിയൊരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലവ് ലൈഫിൽ ആ ഒരു റീബർത്ത് വരാൻ പോകുന്നു. നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലൂസ് എന്താണ് നോക്കാം. ടി ഡി ആർ എക്സ്പ്രസ് ഫീലിങ്സ് 13 this year Monday ego 4 show appreciation 16 25 14 1 November 21 July morning Z external influence 24 May trust issues afternoon 20 23 listen actively February X 11 I A be honest N 12 healing time next year 10 past relationships O yes few months you communicate openly October we March Q 6. So
സോ ഇത്രയും ക്ലൂസാണ് നമുക്ക് പൈൽ നമ്പർ 2 വന്നിരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ആൻഡ് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഈ എനർജി ക്ലെയിം ചെയ്യാനായി ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും ലൈഫിൽ മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ഫെബ്രുവരി 26 മഹാശിവരാത്രി. സോ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ.